everyone, welcome back to VAP's YouTube classes. In our previous class, we had discussed about what is an imperative sentence and its reporting. And today, we are diving into a new topic, that is, what is an interrogative sentence and its reporting. Reported speech തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സെന്റൻസ് ടൈപ്പിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പഠിച്ചു സെന്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് സെന്റൻസിന്റെ ടൈപ്സിൽ സെന്റൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്സ്, ഇംപെറേറ്റീവ്സ് ആൻഡ് എക്സ്ക്ലമേറ്ററി. അതിനകത്ത് നമ്മൾ ഇംപെറേറ്റീവ്സും അതിന്റെ റിപ്പോർട്ടിങ്ങും ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഇന്ററോഗേറ്റീവ്സും അതിന്റെ റിപ്പോർട്ടിങ്ങുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്? നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരെണ്ണം, വാട്ട് ഈസ് ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസസ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ദ സെന്റൻസസ് വിച്ച് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഇന്ററോഗേറ്റീവ്സ് ഓർത്ത് വെക്കാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. ആ ഒരു സെന്റൻസിലെ ഇന്ററോഗേറ്റീവ് സെന്റൻസസിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. വിച്ച് ആസ്ക് എ ക്വസ്റ്റ്യൻ. വിച്ച് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സെന്റൻസസിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ്സ് എന്ന് പറയാം. അപ്പൊ ആ ഇന്ററോഗേറ്റീവ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. First one is WH questions and second one is yes or no type questions. അപ്പോൾ WH questions എന്ന് പറയുമ്പോൾ നമ്മുടെ WH question wordsൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമുക്ക് WH questions എന്ന് പറയാം. WH questions ആയ question words ആയ what, when, where, which, who, how, whom, whose, etc. അപ്പം ഇതുപോലുള്ള WH ക്വസ്റ്റ്യൻ വാട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്നും, എന്നാൽ എസ് ഓർ നോ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആൻസർ, അതായത് നമുക്ക് ഹെൽപ്പിംഗ് വേർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹെൽപ്പിംഗ് വേർബിലായിരിക്കും. ഹെൽപ്പിംഗ് വേർബിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ആർ യു കമ്മിങ് ടു സ്കൂൾ ടുമോറോ എന്ന് നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദാറ്റ് ഇസ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ അതിന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സെന്റൻസസിനെയാണ് നമ്മൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് എ ഹെൽപ്പിംഗ് വേർബ്. ഒരു ഹെൽപ്പിംഗ് വേർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് വേർബ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് നമ്മൾ പറയും. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്സിലറി വേർബ്സ് എന്നായിരിക്കും. ആ ഓക്സിലറി വേർബ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റിപ്പോർട്ടിംഗ്, ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇന്ററോഗേറ്റീവ്സിലെ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് WH ഉം എസ് ഓർ നോ ടൈപ്പ്. ഇനി ഇതിന്റെ റിപ്പോർട്ടിംഗ് ആണ് വരുന്നത്. ഇനി നമുക്ക് റിപ്പോർട്ടിംഗ് ഓഫ് ഇന്ററോഗേറ്റീവ്സ് ആണ് വരുന്നത്. റിപ്പോർട്ടിംഗ് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പഠിച്ചു റിപ്പോർട്ടിംഗ് വേർബ് വേണം. ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് റിപ്പോർട്ടിംഗ് വേർബ് ആണ്. അപ്പൊ നമ്മൾ ഇംപെറേറ്റീവ്സിലെ റിപ്പോർട്ടിംഗ് വേർബ്സിനെ പഠിച്ചു. അതുപോലെ നമുക്ക് ഇന്ററോഗേറ്റീവ്സിലും റിപ്പോർട്ടിംഗ് വേർബ് വരുന്നുണ്ട്. നമ്മളിവിടെ രണ്ട് ടൈപ്സ് ഓഫ് ഇന്ററോഗേറ്റീവ്സ് പഠിച്ചത് കൊണ്ട് രണ്ട് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വേർബ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്ന് ആഡ് ചെയ്യും. ആസ്ക്ഡിന്റെ കൂടെ ഇവിടെ ഏത് WH ക്വസ്റ്റ്യൻ വേർഡ് ആണോ തന്നേക്കുന്നത്, ഇപ്പൊ വാട്ട് ആണെങ്കിൽ വാട്ട്, വെൻ ആണെങ്കിൽ വെൻ, വേർ ആണെങ്കിൽ വേർ, ഹൂ ആണെങ്കിൽ ഹൂ. ഇപ്പൊ നമുക്ക് എന്ത് വേർഡ് ആണോ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ആസ്ക്ഡ് പ്ലസ് ആ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് ഇന്ററോഗേറ്റീവ്സിൽ ഫസ്റ്റ് ടൈപ്പിൽ ചൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എസ് ഓർ നോ ടൈപ്പ് ആണെന്ന് നമുക്കറിയാം. എസ് ഓർ നോ ടൈപ്പ് വരുമ്പോൾ നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹെൽപ്പിംഗ് വേർബ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓക്സിലറി വേർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓക്സിലറി വേർബിലോ ഹെൽപ്പിംഗ് വേർബിലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ. ഇഫ് ഓർ വെദർ വരും. വെദറിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് മറ്റേ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WEATHER ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് കാലാവസ്ഥ എന്നാണ് അത് പറയുന്നത്. ഇത് വെദർ, ഇഫ് ഓർ വെദർ, ഇതിൽ WHETHER നമുക്ക് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പൊ നമ്മൾ രണ്ട് റിപ്പോർട്ടിംഗ് വേർബ്സ് പഠിച്ചു. ഫസ്റ്റ് വൺ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആസ്ക്ഡ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ്, എന്നാൽ എസ് ഓർ നോ ടൈപ്പ് ആണെങ്കിൽ ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇഫ് അല്ലെങ്കിൽ വെദർ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസിലോട്ട് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ, അനു സെഡ് വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ അറിയാം there is a question mark, it is an interrogative sentence. അപ്പൊ interrogative sentence ആണ്
അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡും ഉണ്ട്. നമ്മൾ ഇവിടെ പഠിച്ചതനുസരിച്ച് റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സെഡ് എന്നേ അവർ തരത്തുള്ളൂ. ഇവിടെയും സെഡ് എന്നാ തന്നേക്കുന്നത്. നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യും. ഈ ഇൻവേർട്ടഡ് കോമാസും കോമയും ദെൻ ക്വസ്റ്റ്യൻ മാർക്കും ഈ ഇൻവേർട്ടഡ് കോമയെല്ലാം നമ്മൾ ഒമിറ്റ് ചെയ്യും. പകരം നമ്മൾ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യും. അപ്പൊ ഇതിന് എങ്ങനെ ഈ സെന്റൻസ് ചേഞ്ച് ആകും നോക്കിയേ. അനു സെഡ് മാറി നമുക്കറിയാം ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് ഇസ് ആസ്ക്ഡ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ആകുന്നത് കൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ആസ്ക്ഡിന്റെ കൂടെ കൊടുക്കും. അനു ആസ്ക്ഡ് വാട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈസ് യുവർ നെയിം എന്നാണ്. അപ്പൊ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. യുവർ ഈസ് നെയിം എന്ന് വേണമെങ്കിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം. വാട്ട് യുവർ എന്നുള്ളത് മാറി ഹി ഓർ ഷീ എന്നാകും. ഇപ്പൊ ആരുടെ വാട്ട് ഈസ് യുവർ നെയിം ആരുടെ അടുത്താ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഹി എന്നോ ഹിസ് എന്നോ ഹെർ എന്നോ ആക്കാം. അതിപ്പം ഏത് ജെൻഡർ വേണോ ആകാം, ആരുടെ അടുത്ത് വേണോ ചോദിക്കാം. അന്നേരം നമുക്ക് ഹിസ് എന്നോ ഹെർ എന്നോ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഹെർ എന്നാക്കുന്നു. വാട്ട് ഹെർ നെയിം വാസ്. ഈസ് ചേഞ്ച് ആകും. ഈസ് വിൽ ബി ചേഞ്ചിങ് ഇൻ ടു വാസ്. അതുകൊണ്ടാണ് അതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി എഴുതിയപ്പോഴത്തേക്കും അനു ആസ്ക്ഡ് വാട്ട് ഹെർ നെയിം വാസ് എന്നായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇനി ഒരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആസ്ക്ഡ് ഹിം വിൽ യു ഗോ ദെയർ. അപ്പൊ നമുക്ക് ഇവിടെ വിൽ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് ആണ്. ഹെൽപ്പിംഗ് വേർബിൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത് രണ്ടാമതാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഐ ആസ്ക്ഡ് എന്ന് തന്നെ തന്നിട്ടുണ്ട്. അതിൽ വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തുന്നില്ല. ഐ ആസ്ക്ഡ് ഹിം അതത്രയും അതുപോലെ എഴുതി. നമുക്ക് ഇതിന് പകരമാണല്ലോ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് പഠിച്ചത്. അപ്പൊ ആസ്ക്ഡ് ഇവിടെ ഉണ്ട്. പ്ലസ് ഇഫ് ഓർ വെദർ ആണ് നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ വി യൂസ് ഇഫ് ഓർ വെദർ ഇൻ ദ സെന്റൻസ്. അപ്പൊ നമ്മൾ ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹിം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ജെൻഡർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ യുവിന് പകരം ഹി എന്ന് കൊടുക്കാം. ഇഫ് ഹി വിൽ ബി ചേഞ്ചിങ് ഇൻ ടു വുഡ്. ഹി വുഡ് ഗോ ദെയർ. അപ്പൊ ഇതിനെ ചേഞ്ച് ചെയ്തപ്പോ ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി വുഡ് ഗോ ദെയർ എന്നായി. ഇവിടെ ചേഞ്ചസ് വന്നത് ഈ ഹിം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ യു മാറി ഹി ആയി. ആൻഡ് ഓൾസോ ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ. ഇവിടെ നിങ്ങൾക്ക് വെദർ എന്ന് വേണമെങ്കിലും ചേർക്കാം. അന്നേരം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടിംഗ് വേർബ്സിൽ ഇഫ് അല്ലെങ്കിൽ വെദർ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് എൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് സെന്റൻസസ് വിച്ച് ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അതിന് രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് WH ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ ഇസ് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് വേർബിൽ അല്ലെങ്കിൽ ഒരു ഓക്സിലറി വേർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ ഇസ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ WH ക്വസ്റ്റ്യൻ വേർഡ്സിൽ സ്റ്റാർട്ട് ആകുന്ന സെന്റൻസസിനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ദെൻ വി മൂഡ് ഓൺ ടു റിപ്പോർട്ടിംഗ് ഓഫ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. റിപ്പോർട്ടിംഗിൽ പറഞ്ഞത് അതിന്റെ റിപ്പോർട്ടിംഗ് വേർബ് ഏതാന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ടൈപ്സ് ഓഫ് ഇന്ററോഗേറ്റീവ്സ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വേർബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നാൽ വി ആഡ് ആസ്ക്ഡ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ്. അതിപ്പോ വാട്ട് ആണെങ്കിൽ ആസ്ക്ഡ് പ്ലസ് വാട്ട്, വെൻ ആണെങ്കിൽ ആസ്ക്ഡ് പ്ലസ് വെൻ, വൈ ആണെങ്കിൽ ആസ്ക്ഡ് പ്ലസ് വൈ. നമുക്കിനി തരുന്ന സെന്റൻസ് എസ് ഓർ നോ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ. നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടുത്തെ പറഞ്ഞേക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇഫ് ഓർ വെദർ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വെദറിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. WHETHER ആണ് സ്പെല്ലിംഗ് വരുന്നത്. പിന്നെ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ആയിരുന്നു ചെയ്തത്. ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. Then after that check it out the answers in the comment box. Comment boxil first comment ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിന്റെ ആൻസേഴ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യാം. And we will see you in the next video.